പിതാവാം ദൈവത്തിന് സ്തോത്രം, പുത്രനാം ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധാത്മാവിന് സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതാ ഒരു ക്രിസ്മസ് സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ക്രിസ്മസ് മുമ്പ് നാം ആഘോഷിച്ച അല്ലെങ്കിൽ പ്രസംഗിച്ച ക്രിസ്മസിനേക്കാൾ വളരെ വിഭിന്നമായിരിക്കട്ടെ, അനുഗ്രഹത്തിൻ്റേതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ സംഭവകഥ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പണ്ട് കാലത്ത് രാജ്ഞിമാർ പ്രസവിക്കുന്ന സമയത്ത് അവരൊരിക്കലും ഒറ്റയ്ക്കായിരിക്കത്തില്ല. ഗർഭിണിയായിരിക്കുമ്പോൾ മുതൽ തന്നെ, പ്രത്യേകിച്ച് മാസങ്ങൾ അടുത്തടുത്ത് വരും തോറും അവരുടെ ചുറ്റും എപ്പോഴും കുറേ സ്ത്രീകളുണ്ടാവും. പ്രസവവേദന തുടങ്ങിക്കഴിയുമ്പോൾ രാജവൈദ്യന്മാർ, പുരുഷന്മാർ വരും, സ്ത്രീകൾ വരും. പ്രസവ സമയ വേദന തുടങ്ങിക്കഴിയുമ്പോൾ മന്ത്രിമാർ വരും അവിടെ ഇരിക്കാൻ. കാരണം ജനിച്ചത് മരിച്ച ഒരു കുഞ്ഞാണെങ്കിൽ അതിനെ വെച്ച് മാറരുത്, അവർക്കിഷ്ടമുള്ള ഒരാളിനെ ആക്കി കളയരുത്. പെണ്ണാണെങ്കിൽ അതെടുത്ത് മാറ്റിയിട്ട് ആണാകരുത്. കാരണം എല്ലാവരുടെയും വിചാരം രാജാവിന് ഒരു ആൺകൊച്ചുണ്ടാകണം, അനന്തരാവകാശിയായിട്ട് ഒരു രാജകുമാരനായിട്ട് ഒരാളുണ്ടാകണം. ഇതാ യഥാർത്ഥ സംഭവകഥ. 1661 നവംബർ 1 ഫ്രാൻസിൻ്റെ രാജാവ് 14ാമത്തെ ലൂയിസ് രാജാവിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. രാജ്ഞിയുടെ പേര് ക്വീൻ മേരി തെരേസ. സ്പെയിൻകാരിയാണ്, സ്പാനിഷുകാരിയാണ്. അവർക്ക് പ്രസവവേദന തുടങ്ങിയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ പുരുഷന്മാർ വന്നു, വൈദ്യന്മാർ വന്നു, നേരത്തെ ഉണ്ട്, വൈദ്യന്മാരെല്ലാവരും വന്നു, മന്ത്രിമാരെല്ലാവരും വന്നു. അടച്ചിട്ടുന്ന മുറിയിലേക്ക് രാജകുമാരികൾ പ്രഭുക്കന്മാർ വന്നു, അവരുടെ ഭാര്യമാർ വന്നു, അവർ വിറ്റ്നസ്സായിട്ട്. കാരണം വെച്ച് മാറിയിട്ടില്ല, ഇത് രാജാവിൻ്റെ തന്നെ കുഞ്ഞാണെന്ന് നോക്കാൻ. അന്നത്തെ കാലത്ത് രക്തം നോക്കാനോ DNA നോക്കാനുള്ള ഇടപാടൊന്നുമില്ല. ആൾക്കാർ, ഈ കൂടി വന്നിരിക്കുന്ന പുരുഷന്മാരും ഒക്കെ ആ സ്ത്രീയെ കൂടുതൽ ഭയപ്പെടുത്തും. ഇന്നത്തേതുപോലെ വളരെ അഡ്വാൻസ്ഡ് അല്ല അന്നത്തെ രാജ്യം കേട്ടോ. അന്നത്തെ ആളുകൾ എല്ലാവരും കൊട്ടാരത്തിൻ്റെ താഴത്തെ, ഇത് മേളത്തെ നിലയിലാണ്, താഴത്തെ നിലയിൽ ആളുകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് സ്പെയിനിൽ നിന്ന് വന്ന പാട്ടുകാർ, അവരുടേതായിട്ടുള്ള പാട്ടുണ്ട്, അവരുടേതായിട്ടുള്ള കൊട്ടുണ്ട്, അവരുടേതായിട്ടുള്ള വാദ്യങ്ങളുണ്ട്, അതെല്ലാം മുഴക്കുകയാണ്. കാരണം ഈ രാജ്ഞിയെ സഹായിക്കാനായിട്ട്, പ്രസവിക്കാൻ സഹായിക്കാനായിട്ട്. അവർക്കിതിൻ്റെ എല്ലാം ലജ്ജ കൊണ്ട് അവർ വിളിച്ചു പറഞ്ഞ്, എനിക്ക് പ്രസവിക്കേണ്ട, എനിക്ക് മരിച്ചാൽ മതി. അന്ന് പ്രസവം ഒരു വല്ലാത്ത അനുഭവമാണ്. രോഗാണുക്കൾ എല്ലായിടത്തും ഉണ്ട്, വെള്ളമൊന്നും ശുദ്ധിയുള്ളതല്ല കിട്ടുന്നത്, ഒന്നും ശരിയല്ല. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് 3 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒരു കുഞ്ഞ് മരിക്കും, രാജകൊട്ടാരത്തിലും മരിക്കും. ഹല്ലേലൂയ. 1 വയസ്സാകുന്നതിന് മുമ്പ് 3-ൽ ഒരു കുഞ്ഞ് മരിച്ചിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, രാജാവിന് ഒരു ആൺകൊച്ചിനെ കൊടുക്കണമേ, കിരീടാവകാശിയായിട്ട് കൊടുക്കണമേ. 12 മണിക്കൂർ എടുത്ത പ്രസവവേദന. അവിടെ നിൽക്കുകയാണ് ഈ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും. ഹല്ലേലൂയ. ഒടുവിൽ ജനിച്ചു, ഒരാൺ സന്താനം ജനിച്ചു. ആ കുഞ്ഞിന് അവർ പേരിട്ടു ലൂയിസ് ഡി ഫ്രാൻസ്. വെബ് പേജിൽ നിങ്ങൾക്ക് കാണാം. അവിടെ നിന്ന് രാജാവിൻ്റെ ശുശ്രൂഷകർ, അവിടെ നിന്ന് പട്ടാളക്കാർ അവിടെ നിന്ന് വെളിയിലേക്ക് കൊടുത്തു. അവരെല്ലാവരും തൊപ്പി ധരിച്ചിരിക്കും. അന്ന് ഫ്രാൻസിലുള്ളവരെല്ലാവരും തൊപ്പി ധരിച്ചിരിക്കും. അവരവരുടെ തൊപ്പിയെടുത്ത് ആകാശത്തേക്ക് എറിഞ്ഞു. അതിൻ്റെ അർത്ഥം രാജാവിന് ഒരാൺകുഞ്ഞ് കിരീടാവകാശിയായിട്ട് ജനിച്ചിരിക്കുന്നു. പെങ്കൊച്ചാണെങ്കിൽ കൈ ഇങ്ങനെ കാണിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. ഹല്ലേലൂയ. പ്രഭാവശാലിയായ 14ാമത്തെ കിങ് ലൂയിസ് കൊട്ടാരത്തിന് വെളിയിൽ നിന്നവർ വിളിച്ചു പറഞ്ഞു, രാജ്ഞി ഒരാൺകുഞ്ഞിന് ജന്മം കൊടുത്തിരിക്കുന്നത്. ക്വീൻ ഹാസ് ഡെലിവേർഡ് എ ബേബി ബോയ്. ഹല്ലേലൂയ. അവർ ഈ സ്വാർത്ഥയുമായിട്ട് നടന്നു. അവരവിടെ എല്ലാവരും ഓടി, താഴെ നിന്നവർ അവരെല്ലാവരും ഓടിയിട്ട് അവരെല്ലാവരും തൊപ്പിയെടുത്ത് എറിഞ്ഞു. എന്ത് വിളിച്ചു പറഞ്ഞു? രാജാവിന് ഒരാൺ സന്താനം ജനിച്ചിരിക്കുന്നു, രാജകുമാരൻ ജനിച്ചിരിക്കുന്നു. സന്ധ്യയാകുന്നതിന് മുമ്പ് ഫ്രാൻസിലുള്ളവരെല്ലാവരും അറിഞ്ഞു ഒരാൺകുഞ്ഞ് ജനിച്ചു. എന്നാൽ 2023 വർഷങ്ങൾക്ക് മുമ്പ് രാജാതിരാജാവായ പ്രഭുക്കന്മാരിൽ പ്രഭുവായിട്ടുള്ള യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചു. അന്ന് അവിടെ ഒരു നേഴ്സ് ഇല്ലായിരുന്നു, അന്ന് അവിടെ ഒരു പതിച്ചയില്ലായിരുന്നു, ഒരു മിഡ് വൈഫ് ഇല്ലായിരുന്നു, അവിടെ അമ്മയോ അമ്മായിയമ്മയോ ഇല്ലായിരുന്നു. ആരുണ്ടായിരുന്നു സാക്ഷി? കുറച്ച് പശുക്കളും ആടുകളും പിന്നെ യോസഫും മാത്രം. രാജകുടുംബത്തിലെ ആൾക്കാർ ഫ്രാൻസിലെ രാജകുമാരൻ്റെ ജനനത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ടുണ്ടായിരുന്നെങ്കിലും ഇവിടെ രാജാവിൻ്റെ ജനനം, രാജാവിൻ്റെ കൊട്ടാരത്തിലെ പ്രധാന ദൂതൻ വിളംബരം ചെയ്തു, മഹാരാജാവ് വരുന്നു. കേട്ടാട്ടെ, എഴുതിയെടുക്കാം. 1, സക്കറിയ പുരോഹിതനോട് ജനിക്കുന്നതിന് മുമ്പ് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് സക്കറിയ പുരോഹിതനോട് പറഞ്ഞു, മശിഹ ജനിക്കും. 2, യേശുവിൻ്റെ അമ്മ മറിയയോട് പറഞ്ഞു, ലൂക്കോസ് 1:28 മുതൽ 35 വരെ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും ജനിക്കുന്നതിന് മുമ്പ്. 3, മറിയയുടെ പ്രതിഷ്ഠിത വരൻ
പ്രതിഷ്ഠിത വരനോടും പറഞ്ഞു. മത്തായി 1:18 മുതൽ 24 വരെ. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു അവൻ്റെ പേര് യേശു എന്ന് പേരിടണം. ആരാ പറഞ്ഞു കൊടുത്തത്? സ്വർഗസ്ഥനായ ദൈവം തൻ്റെ ദൂതനായ പ്രധാന ദൂതനായ ഗബ്രിയേലിനെ പറഞ്ഞിരിക്കുന്നു. കമാൻഡറായിട്ടുള്ള ഗബ്രിയേലിനെ പറഞ്ഞു. ആരാണ് പേരിട്ടത്? അന്നത്തെ കാലത്ത് ഒരു കുഞ്ഞിന് പേരിടുന്നത് അപ്പനാണ്. യേശുവിൻ്റെ പേരാരാണ് ഇട്ടത്? അപ്പൻ. ഹല്ലേലൂയ. 25-ാമത്തെ വാക്യം. അവൻ മകനെ പ്രസവിക്കും വരെ യോസഫ് അവനെ മറിയെ അറിഞ്ഞില്ല. ചിലരൊക്കെ പഠിപ്പിക്കുന്നത് നിത്യകന്യകയായിരുന്നു. വേദപുസ്തകത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നമ്മൾ വേണമെങ്കിൽ പഠിപ്പിച്ചോ, എനിക്ക് വിരോധമൊന്നുമില്ല. ഞാൻ പറഞ്ഞാൽ വിരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിപ്പിക്കുമോ അതെനിക്കറിയാം. ഞാൻ എൻ്റെ വിഷയം അതല്ല. അതുവരെ അറിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം അതിനുശേഷം അറിഞ്ഞു എന്നുള്ളതാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, യേശു ജനിച്ചു. ലൂക്കോസ് 2:1 മുതൽ 7 വരെ. എവിടെയാണ് ജനിച്ചത്? അവനെ പശുത്തൊട്ടിയിൽ കിടത്തി. ചിലർ പറയും വഴിയിൽ വെച്ച് ജനിച്ചു, പശുത്തൊട്ടി കൊണ്ട് കിടത്തി. അല്ല, ചിലർ പറയും അല്ല അവിടെ വെച്ചാണ് അവിടെയാണ് ജനിച്ചതെന്ന് പറയും. ഏതായിരുന്നാലും ശരി, നമ്മളതിന് വഴക്കുണ്ടാക്കേണ്ട ആവശ്യമില്ല. അവൻ ജനിച്ചു. 3, രാജാവിൻ്റെ ജനനം. രാജകൊട്ടാരത്തിലെ സൈന്യാധിപൻ പ്രധാന ദൂതൻ എല്ലാവരോടും പറഞ്ഞു. ഗബ്രിയേൽ പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെ സാധാരണക്കാരോട് പറഞ്ഞു. ആട്ടിടയന്മാർ സാധാരണക്കാരോട് പറഞ്ഞു. 2, സ്വർഗീയ സൈന്യത്തിലെ ഒരു സംഘം, ഒരു പട്ടാളം, ഒരു കൂട്ടം മുഴുവൻ. ലൂക്കോസ് 2:13-14 സർവ്വജനത്തോടും പറഞ്ഞു. ഇതെല്ലാം മറിയ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചു. നാമും ദൈവത്തിൻ്റെ സന്ദേശം കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് സൂക്ഷിക്കണം. ഇന്നത്തെ കാലത്തും അന്നത്തെ കാലത്ത് എഴുതാൻ മാർഗമില്ലായിരുന്നു. ഇന്ന് നമുക്ക് നോട്ട്ബുക്കുണ്ട്. ഇന്ന് നമുക്ക് ബൈബിളിൻ്റെ അവസാനവും ആദ്യമൊക്കെ കുറച്ച് പേജുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഒക്കെ എഴുതി വെക്കണം. ദൈവം എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ചാൽ. ഹല്ലേലൂയ. ആർക്കൊക്കെയാണ് സന്ദേശം കിട്ടിയത്? ഹല്ലേലൂയ. ജനിക്കുന്നതിന് മുമ്പേ കുറച്ച് പേരോട്, ജനിച്ചു കഴിഞ്ഞപ്പോൾ സാധാരണക്കാരോട്, ജനിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സൈന്യം സകലരോടും പറഞ്ഞു. 3, നീതിമാനായ ശിമിയോനോട് പറഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 33 വരെ. നീതിമാനായ ശിമിയോനോട്. ദൈവാലയത്തിൽ ഉണ്ടായിരുന്നവരോടെല്ലാം പറഞ്ഞു. ആരാ ഇനിയും കേൾക്കാനുള്ളത്? ഹല്ലേലൂയ. 34-35 അവൻ പറയുന്നുണ്ട്, അവൻ കുരിശ് കണ്ടു. യേശുവിൻ്റെ ജനനം വാസ്തവത്തിൽ എന്താണ്? ഇതാ മരിക്കാനായിട്ടൊരു മശിഹ ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വെള്ളിയാഴ്ച നമുക്ക് സന്തോഷമുള്ളതായിരിക്കണം. ക്രിസ്മസ് നമുക്ക് ദുഃഖമായിരിക്കണം. നമ്മുടെ മശിഹ ജനിച്ചു. ഹല്ലേലൂയ. എന്തിന്? അവൻ മരിക്കാനായിട്ട് ജനിച്ചു. മാത്രമല്ല ഹന്ന പ്രവാചകി. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 36-38 അവർ സകലരോടും പറഞ്ഞു. പുരോഹിതന്മാരോട് പറഞ്ഞു, മഹാപുരോഹിതനോട് പറഞ്ഞു, സകലരോടും പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഗ്ദല ആദ്യത്തെ സുവിശേഷ പ്രസംഗി ആരാണ്? ഹന്നായാണ്. 84 വയസ്സുള്ള ഹന്നായെ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയച്ചു. ആദ്യത്തെ സുവിശേഷം. മഗ്ദല മറിയയാണ് യേശു അയച്ചത്. പക്ഷേ ആദ്യം സുവിശേഷം പ്രസംഗിച്ചത് ഹന്ന എന്ന പ്രവാചകിയാണ്. 5-ാമത്തെ കാര്യം, വിദ്വാൻമാർ എന്ന് രാജാവിനോട് പറഞ്ഞു. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം. മത്തായി 2:1 മുതൽ 12 വരെ. രാജാവിനോടും ആരാണ് അറിയാതിരുന്നത്? ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്തു, ചില മനുഷ്യരും ചെയ്തു. പക്ഷെ നാമോ ലോകത്തിലുള്ള അന്ന് ഉണ്ടായിരുന്ന സകലരും അറിഞ്ഞു. ഇന്ന് നാം ഇത് പറയുന്നില്ല. മത്തായി എന്നിട്ട് ചാക്കോച്ചൻ്റെ വീട്ടിൽ ചെന്ന് പറയും, ആങ്കൊച്ചുണ്ടായ രൂപയോ, ആങ്കൊച്ചുണ്ടായ രൂപ തന്നോട്ടെ. ഒരിക്കൽ മാങ്ങാനത്ത് ഒരു ആശ്രമമുണ്ട്. മർത്തോമക്കാർ നടത്തുന്നതാണെന്ന് അതോ സീസക്കാരുടെ ആണെന്ന് അറിയാൻ വയ്യ. വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അവിടെ പ്രസംഗിക്കാനായിട്ട്, ക്രിസ്മസിന് പ്രസംഗിക്കാനായിട്ട് വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, മത്തായി എന്നിട്ട് മർക്കോസിൻ്റെ വീട്ടിൽ ചെന്ന് പറയും, ആങ്കൊച്ചുണ്ടായ രൂപയോ, ഞങ്ങൾ പോയിക്കോളാം. പിന്നെ പാനരം പറയും, സന്തോഷ സൂചകമായി തന്നതു സ്വീകരിച്ചു, ബാലേര ഞങ്ങൾ ഇതാ പോകുന്നു, രൂപയ്ക്ക് നന്ദി പറഞ്ഞു പോകുന്നു. ആരോടാ പറയുന്നത്? എന്തുകൊണ്ട് നാം കൃഷ്ണൻകുട്ടിയോട് പറയുന്നില്ല? എന്തുകൊണ്ട് നമ്മൾ മുഹമ്മദ് കോയോട് പറയുന്നില്ല? എന്തുകൊണ്ട് ഒരു പോറ്റിയോട് പറയുന്നില്ല? എന്തുകൊണ്ട് കള്ളു കുടിച്ച് നടക്കുന്ന തോമസിൻ്റെ ഒക്കെ പറയുന്നില്ല? നമ്മൾ ആരുടെ വീട്ടിലാണ് പോകേണ്ടത്? ഞാൻ ഡൽഹിയിൽ താമസിക്കുന്ന സമയത്ത്, ഡൽഹിയിൽ ഇപ്പോഴും താമസിക്കുന്ന ഡൽഹിയിലാണ്, അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അസംബ്ലീസ് ഓഫ് ഗോഡുകാർ, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അസംബ്ലീസ് ഗോഡ് ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇംഗ്ലീഷ് പാട്ട് പഠിക്കാനായിട്ട് ഞാൻ അവരെ വിട്ടതാണ്. അവിടുത്തെ ചർച്ചിലുള്ളവരെല്ലാം കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ പാട്ടുമൊക്കെ പാടിക്കൊണ്ട് ഇതുപോലെ ആങ്കൊച്ചുണ്ടായ യേശു ജനിച്ചതെന്ന് പറഞ്ഞു. ഞാൻ അവരെല്ലാം കൂടെ കയറ്റിയിരുത്തി. അവർക്കെല്ലാവർക്കും ഞങ്ങൾ ചായ കൊടുത്തു, വേറെ ഏതാണ്ടൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാ എൻ്റെ വീട്ടിൽ വന്ന്? എനിക്കത് അറിയാൻ വയ്യാത്ത കാര്യമാണോ? എന്തുകൊണ്ട് താഴത്തെ വീട്ടിൽ പറയുന്നില്ല? എന്തുകൊണ്ട് അടുത്ത വീട്ടിൽ പറയുന്നില്ല? ഞാൻ നിങ്ങളൊക്കെ ചോദിക്കുകയാണ്. യേശു ക്രിസ്തു ജനിച്ചു അന്നറിയാവുന്ന ലോകത്തുള്ള സകലരോടും ദൈവദൂതന്മാരും മനുഷ്യരും പറഞ്ഞു. പക്ഷേ നാം ഇത് പറയുന്നില്ല. ആരുടെ വീട്ടിലാണ് പോകുന്നത്?
എല്ലാവർക്കും അറിയാവുന്നവരുടെ വീടുകളാണ്. നമ്മൾ ആരുടെ വീട്ടിലാണ് പോകേണ്ടത്? ഞാൻ പറയുകയാണ്, നിങ്ങളുടെ നാട്ടിലെ ഡോക്ടറുടെ വീട്ടിൽ പോകണം, ഗവൺമെൻറ് ഡോക്ടറുടെ വീട്ടിൽ പോകണം, നിങ്ങളുടെ നാട്ടിലെ കളക്ടറുടെ പോകണം, നിങ്ങളുടെ നാട്ടിലെ പാർലമെൻറ്റ് മെമ്പറുടെ പോകണം, നിങ്ങളുടെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ പോകണം, അനുവാദം ചോദിച്ചിട്ട് പോകണം കേട്ടോ. ഒരു നോട്ടീസ് എഴുതി കൊടുത്തിട്ട് പോകണം, നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് 2 മണിയാകുമ്പം വരുന്നതായിരിക്കും എന്ന് പറഞ്ഞു വെച്ച്. രൂപ എന്നാൽ വാങ്ങിക്കരുത് കേട്ടോ, രൂപ എന്നാൽ വാങ്ങിക്കരുത്. ഹല്ലേലൂയ. രൂപ എന്നാൽ വാങ്ങിക്കരുത്. രൂപ വാങ്ങിക്കാനല്ല പോകുന്നത്. പിന്നെ എന്തിനാണ് പോകുന്നത്? സുവിശേഷം പ്രസംഗിക്കാൻ. അവരാരും രൂപ ചോദിച്ചില്ല, ദൈവദൂതന്മാരും ചോദിച്ചില്ല, മനുഷ്യരും ചോദിച്ചില്ല, ഹന്നാ പ്രവാചകനും ചോദിച്ചില്ല, ശിമിയോനും ചോദിച്ചില്ല. ഈ പോയ വിദ്വാൻമാരും കൊടുക്കാൻ പോയവരാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും. പക്ഷേ ഇന്നത്തെ ക്രിസ്മസ് എന്താണ്? വെടി, മദ്യം, ക്രിസ്മസ് കാർഡ് അയക്കുന്നു, കേക്ക് മുറിക്കുന്നു, കരോളിന് പോകുന്നു. നമ്മളിതെല്ലാം നിർത്തിയിട്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതാണ് ക്രിസ്മസ്. അതായിരിക്കണം. രണ്ടാമത്തെ സന്ദേശം 1963 നവംബർ 22 അമേരിക്കയുടെ 35ാമത്തെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി പ്രസിഡന്റിന് ചേർന്ന വാഹന സമൂഹത്തിൻ്റെ മായിട്ട് പോവുകയാണ്. മുമ്പിൽ പട്ടാളം, പുറകിൽ പട്ടാളം. അദ്ദേഹം ഒരു തുറന്ന വണ്ടിക്കകത്ത് യാത്ര ചെയ്യുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഡാളസ് വെച്ചാണ്, ടെക്സസിലെ, അമേരിക്കയിലെ ടെക്സസിലെ ഡാളസ് വെച്ച് ഉച്ചയ്ക്ക് 12 മണിക്ക് 12:30 ഹാലലിയ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു. അന്ന് തന്നെ ടെലഫോൺ സകലരും ലോകത്തുള്ളവരെല്ലാം അറിഞ്ഞു. 24 മണിക്കൂറിനകത്ത് പത്രത്തിനകത്തൂടെയും ടെലഫോണിനകത്തൂടെയും ലോകം മുഴുവനോ അറിഞ്ഞു. 24 മണിക്കൂറിനകം. ഇത് 1948 ജനുവരി 30 മഹാത്മാഗാന്ധിയെ ഡൽഹിയിൽ വെച്ച് വെടിവെച്ച് കൊന്നു ഒരാൾ. 5:40 വൈകുന്നേരം 5:40 ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ലോകം മുഴുവൻ വിറങ്ങലിച്ചു. ജോൺ എഫ് കെന്നഡിയെ പോലല്ല മഹാത്മാഗാന്ധി, ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച ഒരു മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. സരള ജീവിതം കൊണ്ട് ഹല്ലേലൂയ. നമ്മുടെ ദൈവദാസന്മാർ ശ്രദ്ധിക്കണം. നമ്മൾ സരള ജീവിതം നമ്മുടെ ഒരു ജീവിത ശൈലിയായിട്ട് നമ്മൾ മാറ്റണം. അവരവരായിരിക്കുന്ന സ്ഥാനത്ത് ഒക്കുന്നത്രയും സരള ജീവിതം. ഹല്ലേലൂയ. ലോകം മുഴുവൻ വിറങ്ങലിച്ചു. ലോകം മുഴുവൻ 24 മണിക്കൂറിനകത്ത് അറിഞ്ഞു. റേഡിയോയ്ക്കകത്ത് അറിഞ്ഞു, ഫോണിനകത്തൂടെ അറിഞ്ഞു, സകലരും അറിഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മരിച്ചു. ലോകം അന്ന് അറിഞ്ഞു കെന്നഡി മരിച്ചത്, മഹാത്മാഗാന്ധി മരിച്ചത്. പക്ഷെ നമ്മുടെ രക്ഷകനായ ദൈവപുത്രനായ മശിഹ മരിച്ചു. 2023 വർഷം കഴിഞ്ഞിട്ടും ലോകം മുഴുവൻ അറിഞ്ഞിട്ടില്ല. യേശു മരിച്ചത് എത്ര പേര് കേട്ടിട്ടുണ്ടാകും? നിങ്ങളുടെ നാട്ടിൽ കേട്ടിട്ടുണ്ട്? ഞാൻ ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ദുഃഖവെള്ളിയാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ എന്തോ പറയും? ആരാണ്ടെ കൊന്നെന്ന് പറയും, യേശുവിനെ കൊന്നെന്നും കുറച്ച് പറയും. അതുപോലും അറിയാൻ വയ്യാത്തവരുണ്ട്. എന്തുകൊണ്ട്? അവർക്ക് കേട്ടാലും എത്ര പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്? അതാണ് എൻ്റെ ചോദ്യം. ഹല്ലേലൂയ. യേശു എന്തിനാണ് വന്നത്? മരിക്കാനായിട്ട് വന്നു, രക്തം ചിന്തി മരിക്കാനായിട്ട് വന്നു. അന്ത്യഭോജനത്തിന് യേശു ക്രിസ്തു ഉയരുന്ന ഒരു ഫോട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണും കേട്ടോ. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. താമസിയാതെ അത് പ്രസിദ്ധീകരിക്കും, നിങ്ങളത് വായിക്കണം. യൂദായുടെ 10 സന്ദേശങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 29 വരെ അതിനകത്ത് വിശദീകരിക്കുന്നു അവൻ്റെ അന്തിമ ഭോജനം. 28-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു അവൻ പാനപാത്രമെടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ഹല്ലേലൂയ. അവൻ മരിക്കാനായിട്ട് അവൻ നേരത്തെ വന്നതിന് വേണ്ടിയായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിന് 45 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെ എല്ലാം ഇരുട്ടുണ്ടായി. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച സമയത്ത് ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കം നിലവിളിച്ചു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവർ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് അവന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് സ്പോങ് എടുത്തിട്ട് ഒരു കമ്പിൻ്റെ അറ്റത്ത് വെച്ചിരിക്കുന്ന തുണി കൊണ്ടുള്ള ഒരു പന്തം പോലുള്ളതാണ്, അതിനകത്ത് മുക്കിയിട്ട് വിനാഗിരി കൊടുത്തു. അവൻ കുടിക്കാൻ വിസമ്മതിച്ചു എന്ന് വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു. എന്താ കാര്യം? അത് കുടിച്ചു കഴിയുമ്പോൾ ഞരമ്പൊക്കെ ഒരുമാതിരി ഒന്ന് മരവിക്കും. അപ്പോൾ വേദന കുറച്ചറിയാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കുടിക്കാൻ വിസമ്മതിച്ചു. അതിന് രുചിയില്ലാഞ്ഞിട്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ്? അവൻ മുഴുവൻ വേദനയും എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും വഹിച്ചു. നമ്മുടെ പാപത്തിൻ്റെ ഫലമായിട്ടാണ്. പാപത്തിൻ്റെ ഭാരവും വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിൽ മരിച്ചു. ഹല്ലേലൂയ. അവൻ മരിച്ചു. പക്ഷേ ഇത് എത്ര പേരറിഞ്ഞു? എന്തുകൊണ്ട് എത്ര പേർക്കത് മനസ്സിലായി?
മനസ്സിലാകുന്ന വിധത്തിൽ നാം പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞില്ല? നമ്മുടെ അയൽക്കാരോട് പറയാം, നമ്മുടെ അയൽ ഗ്രാമത്തിലേക്ക് പോകാം, നമുക്ക് കർണാടകത്തിലേക്ക് പോകാം, നമുക്ക് ആന്ധ്രാപ്രദേശിലേക്ക് പോകാം, നമുക്ക് ബീഹാറിലേക്ക് പോകാം, നമുക്ക് ജാർഖണ്ഡിലേക്ക് പോകാം. യേശുവിനെ പറ്റി കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിലേക്ക് നമുക്ക് പോയിട്ട് പറയാം, അവൻ ജനിച്ചു, അവൻ മരിച്ചു, ഇതില്ലാത്ത സുവിശേഷം സുവിശേഷമല്ല. ഇതെല്ലാം പറയാത്ത സുവിശേഷമല്ല. അവൻ യേശുക്രിസ്തു ജനിച്ചു, യേശുക്രിസ്തു മരിച്ചു, അവൻ തൻ്റെ രക്തം ചിന്തി, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ രണ്ടാമതും വരും. ഇതല്ലെങ്കിൽ സുവിശേഷമല്ല. ഇതെല്ലാം പറയുവാൻ നാം ബാധ്യസ്ഥരാണ്. എങ്ങനെ പറയാം? ഒരു ട്രാക്റ്റ് അടിച്ച് കൊടുത്താട്ട്. നിങ്ങളുടെ നാട്ടിലുള്ളവർക്കെല്ലാം ഒരു ട്രാക്റ്റ് അടിച്ച് മനസ്സിലാകുന്ന വിധത്തിൽ സരളമായ ഭാഷയിൽ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതി കൊടുത്താട്ട്. ഒരു ട്രാക്റ്റ് അടിച്ച് കൊടുത്താട്ട്. അല്ല, വേറെ ആരെങ്കിലും എഴുതിയിട്ടുള്ള ഒരു ട്രാക്റ്റ് ഉണ്ടെങ്കിൽ, ഒരു പുസ്തകം ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കൊടുത്താട്ട്. ഈ ക്രിസ്മസിന് നമ്മൾ കേക്ക് മുറിച്ചിട്ട് ലില്ലിയുടെ വീട്ടിൽ, എൻ്റെ ഭാര്യയുടെ പേരാണ് ലില്ലി എന്ന്, ലില്ലിയുടെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കുമായിരുന്നു. ലില്ലിയുടെ സഹോദരൻ മർത്തോമ, പഴയ കാലത്തെ മർത്തോമക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കുഞ്ഞുട്ടി സാർ, SK എബ്രഹാം. വളരെ മാന്യനായ ഒരു മർത്തോമക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരും. വീട്ടിൽ വെച്ച് കട്ട് ചെയ്യത്തില്ല. വാളകത്തൊരു ആശുപത്രിയുണ്ട്, അധികവും പാവപ്പെട്ടവരാണ്. അവിടെ ചെന്നും വെച്ച് അവരെ കൂടെ വിളിച്ചിരുത്തിയിട്ട് കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കും. ബാക്കിയുണ്ടെങ്കിൽ ലില്ലിക്ക് ഒരു കഷ്ണം കിട്ടും, ലില്ലിയുടെ അമ്മയ്ക്ക് ഒരു കഷ്ണം കിട്ടും, ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കും. അതാണ് ക്രിസ്മസ്. കാർഡ്. എന്തിനാണ് കാർഡ്? എന്തിനാണ് ഈ പടക്കം പൊട്ടിക്കുന്നത്? ഡൽഹിയിൽ ഒരാൾ പടക്കമൊക്കെ പൊട്ടിക്കുമായിരുന്നു ദീപാവലിക്ക്. ഒത്തിരി പടക്കം പൊട്ടിക്കുന്നു, പൂത്തിരി കത്തിക്കുന്നു, എല്ലാം കൂടെ കത്തിക്കുന്നു. ഒരു മനുഷ്യൻ അങ്ങോട്ട് ചെന്നിച്ച് ഒരു മെഴുകുതിരി കത്തിച്ചു. എന്നിട്ട് അതിനകത്തോട്ട് ഒരു 500 രൂപ ഇങ്ങനെ പിടിച്ചോണ്ടങ്ങ് കത്തിച്ചു കളഞ്ഞു. ആളുകൾ അയ്യോ എന്തിനാ രൂപ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഞാനും ചെയ്യുന്നത്. നിങ്ങൾ പൂത്തിരി കത്തിച്ചു, നിങ്ങൾ പടക്കം പൊട്ടിച്ചു, ഞാൻ രൂപ കത്തിച്ചു, വ്യത്യാസം എന്താണ്? ഞാൻ നിങ്ങളുടെയൊക്കെ ചോദിക്കുകയാണ്. ഈ പടക്കം പൊട്ടിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? യേശുവിന് എന്ത് പ്രയോജനം? സഭയ്ക്ക് എന്ത് പ്രയോജനം? നിങ്ങളുടെ അയൽക്കാരന് എന്ത് പ്രയോജനം? എനിക്കിത് കാണുമ്പോൾ സങ്കടം വരും. ദീപാവലി ആയാലും ശരി, ക്രിസ്മസ് ആയാലും ശരി, നാം പടക്കം പൊട്ടിക്കുന്നതിന് പകരം 1 രൂപ കൊടുത്തൊരു പാവപ്പെട്ട ഒരാൾക്കൊരു കമ്പിളി വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ, കൊടുക്കാഞ്ഞിട്ടല്ല പറയുന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് പ്രസംഗിച്ചാൽ ഞാനത് ചെയ്തിരിക്കും. ഞാൻ ചെയ്യുന്നത് മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ. ഇതാ എൻ്റെ 3ാമത്തെ സന്ദേശം. 2022 ഡിസംബർ മാസം 18-ാം തീയതി അർജൻറ്റീന വേൾഡ് കപ്പ് ജയിച്ചു. ഫുട്ബോളിനകത്ത് ജയിച്ചു. രാത്രിയിലാണ് അവർ ജനിച്ചത്. മിനിറ്റുകൾക്കകം സകലരും അറിഞ്ഞു. രാത്രി പകൽ വ്യത്യാസമില്ലാതെ സകലരും അറിഞ്ഞു. എന്താ കാര്യം? 2 തൂണിനിടയ്ക്കൂടെ ഒരു പന്തടിച്ചു വിട്ടതാ കാര്യം. ഇത്രയുള്ള കാര്യം. ഇത് ലോകം മുഴുവൻ അറിഞ്ഞെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ഒരു ചാമ്പ്യൻ കപ്പ് ജയിച്ചിട്ടാണ് പോയത്. അവൻ മരണത്തെ കീഴടക്കി സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഇതെത്ര പേരറിഞ്ഞിട്ടുണ്ട്? ഈ ചാമ്പ്യൻ കപ്പ് അർജൻറ്റീനയ്ക്ക് കിട്ടിയ കപ്പിനെ പറ്റി ഞാനൊന്ന് പഠിച്ചു. 18 കാരറ്റ് ഗോൾഡാണ്, സ്വർണ്ണമാണത്. അതിൻ്റെ വില 144 കോടിയാണ്. അതിൻ്റെ ഉയരം 36 ദശാംശം എന്ന് പറഞ്ഞാൽ 14.5 ഇഞ്ച്. അത്രയേ ഉള്ളൂ, ഒരടി കൂടുതൽ. അതിൻ്റെ അവസാനത്തെ അതിൻ്റെ ചുറ്റളവ് 13 സെൻറ്റിമീറ്റർ. അതിൻ്റെ വെയ്റ്റ് 6.175 ഗ്രാമാണ്. 144 കോടി രൂപ വിലയുള്ള ഒരു കപ്പിന് വേണ്ടിയാണ് ഇത്രയും പണം ചെലവാക്കിയതും അധ്വാനിച്ചത്. ഇത് സകലരും അറിഞ്ഞു. നമുക്കും യേശു ക്രിസ്തു ഒരു ചാമ്പ്യൻ കപ്പ് തന്നിട്ടാണ് പോയിരിക്കുന്നത്. എന്താണ് ആ ചാമ്പ്യൻ കപ്പ്? അവൻ്റെ ഒഴിഞ്ഞ കല്ലറ. നമ്മൾ എത്ര പേര് ഇതാളെടുക്ക പറഞ്ഞിട്ടുണ്ട്? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. അതാണ് സുവിശേഷം. അവൻ വീണ്ടും വരുന്നു സഭയെ ചേർത്തുകൊള്ളുവാൻ. നമുക്ക് ഈ ക്രിസ്മസിന് പോകാം, നമുക്ക് തൊപ്പി എറിയാം. നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ അറിയട്ടെ, നമ്മുടെ ദേശത്തുള്ളവരൊക്കെ അറിയട്ടെ. ഇതെൻ്റെ തൊപ്പിയാണ് കേട്ടോ. ഞാൻ വിദേശ രാജ്യത്ത് പോകുമ്പോൾ തൊപ്പി വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇവിടെ ഇന്ത്യ നടക്കത്തില്ല. കാരണം ആളുകൾ പറയും കണ്ട ആൾ തൊപ്പി വെച്ച് നടത്തുക, ആൾമാറാട്ടം നടത്തുക, ഏതാണ്ട് കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആളറിയ. നമുക്കും തൊപ്പി അറിയാം. സുവിശേഷത്തിൻ്റെ ഒരു പുസ്തകം അയൽക്കാർക്ക് കൊടുക്കാം, നമ്മുടെ അടുത്ത വീട്ടുകാർക്ക് കൊടുക്കാം, നമ്മുടെ അടുത്ത ഗ്രാമത്തിൽ കൊടുക്കാം. യേശുവിനെ പറ്റി നമുക്ക് പറയാം. നമുക്ക് തൊപ്പി അറിയാം. ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. ഈ ക്രിസ്മസ് വ്യത്യസ്തമായിരിക്കട്ടെ. നാം കേക്ക് മുറിക്കുന്നതിന് പകരം കേക്കില്ലാത്ത ഒരു വീട്ടിലേക്ക് എന്നിട്ട് കേക്ക് കൊടുക്കാം.
ഒരു അനാഥശാലയിലേക്ക് ഒന്ന് കേക്ക് കൊടുക്കാം. ഹല്ലേലൂയ. 10 പേര് എന്ന് ഒരു അനാഥശാലയിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആരും കൊടുക്കാനില്ലാത്ത ഒരു സ്ഥലം കണ്ടുപിടിച്ച്, ആരും കൊടുക്കാനില്ലാത്ത ഒരു വീട് കണ്ടുപിടിച്ച്, ആരും കൊടുക്കാനില്ലാത്ത ഒരു ആശുപത്രി കണ്ടുപിടിച്ച് അവിടെ ചെന്നിട്ട് നമുക്ക് 2 പാട്ട് പാടി ഒരു ക്രിസ്മസ് വരിക. നമ്മൾ പടക്കം പൊട്ടിക്കുന്നതിന് പകരം നമ്മൾ വേറെ മദ്യക്കുപ്പി പൊട്ടിക്കുന്നതിന്, ഇത് തെറ്റാണ്, പാപമാണ്. മദ്യം, യേശുക്രിസ്തു വന്നത് നിന്നെ കള്ളു കുടിപ്പിക്കാനല്ല. യേശുക്രിസ്തു വന്നത് നിന്നെ കഞ്ചാവ് പഠിപ്പിക്കാനല്ല. യേശുക്രിസ്തു വന്നത് നിന്നെ റോഡിൽ കൂടെ ആടി ആടി നടക്കാനല്ല. പിന്നെ എന്തിനാണ് അവൻ വന്നത്? പാപികളെ രക്ഷിപ്പാൻ, പാപികളെ തിരഞ്ഞ് രക്ഷിപ്പാൻ. ഈ സുവിശേഷം നാം പറയുന്നില്ല എങ്കിൽ നാം ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. യേശുക്രിസ്തു ജനിച്ചത് ഡിസംബർ മാസം 25-ാം തീയതി അല്ല, തണുപ്പ് കാലത്തെ അല്ല. കാശ്മീരിലെ തണുപ്പും യെരുശലേമിലെ തണുപ്പും ബേത്ലഹേമിലെ തണുപ്പും ഒരുപോലാണ്. യേശുക്രിസ്തു വന്ന സമയത്ത് ആട്ടിടയന്മാർ ഗുഹയുടെ പുറത്ത് കിടന്നുറങ്ങുകയായിരുന്നു. ഗുഹയുടെ പുറത്തെപ്പോഴാണ് കിടന്നുറങ്ങുക? ചൂടുകാലത്ത്. യേശുക്രിസ്തു ജനിച്ചത് ചൂടുകാലത്ത്, മരിച്ചത് തണുപ്പ് കാലത്ത്. അതുകൊണ്ടാണ് പത്രോസ് തീ കാഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പക്ഷേ അതെന്നും ആയിക്കോട്ടെ, എല്ലാവരും ഡിസംബർ 25 എന്ന് പറയുന്നു, നമുക്കും പറയാം 25-ാം തീയതി പറയാം. എന്താ പറയേണ്ടത്? യേശു ജനിച്ചു, അവൻ കാൽവറി ക്രൂശിൽ രക്തം ഒഴുക്കി മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റ് പോയി, അവൻ്റെ കല്ലറ ഒഴിഞ്ഞു കിടക്കുകയാണ്, അവൻ വീണ്ടും രാജാവായിട്ട് വരുന്നു. ഈ സുവിശേഷം നാം മറ്റുള്ളവരോട് പറഞ്ഞില്ല എങ്കിൽ നാം കടക്കാരാണ്. ഈ കടം കൊടുത്തു തീർക്കാം, ആളുകളോട് പറയാം, അടുത്ത വീടുകളിലേക്ക് പോകാം. ഹല്ലേലൂയ. ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം. എങ്ങനെ? സുവിശേഷം പങ്കിട്ടുകൊണ്ട്. ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കാം, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാം, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാളിനെ പഠിപ്പിക്കാം. ഹല്ലേലൂയ. ഏതെങ്കിലും വിധത്തിൽ ക്രിസ്തുമസ് സന്ദേശം കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ഇത് വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ നാം കടക്കാരാണ്. നമുക്ക് പറയാം, ഹല്ലേലൂയ, 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തു ജനിച്ച സമയത്ത് 24 മണിക്കൂറിനകത്ത് ദൈവവും മനുഷ്യരും ഈ സുവിശേഷം പ്രസംഗിച്ചു. നാം താമസിച്ചു പോയി. അല്ല, നാം വളരെ താമസിച്ചു പോയി. ഇനി താമസിക്കാൻ പാടില്ല. നമുക്ക് എത്രയും വേഗം ഈ സുവിശേഷം കേട്ടിട്ടില്ലാത്തവരോട് ഈ സുവിശേഷം പറയാം. യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചു, അവൻ കാൽവറി ക്രൂശിൽ മരിച്ചു, അവൻ രക്തം ചിന്തി മരിച്ചു പാപികളെ രക്ഷിപ്പാനായിട്ട്. ഹല്ലേലൂയ. അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി, അവൻ നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നു. ആരൊക്കെ വിശ്വസിക്കുന്നു അവരെ രക്ഷിപ്പാനായിട്ട് അവൻ വീണ്ടും വരും, അവരെ ചേർത്ത് കൊള്ളുവാനായിട്ട് വീണ്ടും വരും. ഈ സുവിശേഷം നമുക്ക് സകലരോടും പറയാം. യേശുക്രിസ്തു മരിച്ചു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവൻ വീണ്ടും വരുന്നു തൻ്റെ ഭക്തന്മാരെ ചേർത്ത് കൊള്ളുവാൻ. അതുകൊണ്ട് രക്ഷപ്പെടുവാൻ, മോക്ഷം കിട്ടുവാൻ യേശുക്രിസ്തു വിശ്വസിക്കുക. അവനല്ലാതെ വേറെ ഒരു രക്ഷാമാർഗം വേറെ ഇല്ല, ഇല്ല, ഇല്ല. ഈ സുവിശേഷം സകലരോടും, ദ ഗോസ്പൽ മെസ്സേജ് ടു എവരിവൺ ഇൻ അവർ ടൈം. നമ്മുടെ ഈ തലമുറയിൽ നമുക്കിത് ചെയ്തു തീർക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.